നേമത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചും രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ പ്രസ് ക്ലബിന്റെ ഓട്ട് വൈബ് പരിപാടിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. താൻ 100% മത്സരിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വേണമെങ്കിൽ മണ്ഡലം ഏതെന്നും പറയാമെന്നും പറഞ്ഞു. ഇതിനുശേഷമാണ് താൻ നേമത്തായിരിക്കും മത്സരിക്കുക എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ശശി തരൂർ ബി.ജെ.പിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ തനിക്ക് പ്രതീക്ഷയില്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. സ്ഥാനാർത്ഥി ചർച്ച പാർട്ടിയിൽ ആരംഭിക്കും മുൻപേയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് ബി.ജെ.പിയുടെ പതിവ് രീതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തിരുന്നു. 2016 സംസ്ഥാനത്ത് ആദ്യമായി ബി.ജെ.പിക്ക് എം.എൽ.എ ലഭിച്ചത് നേമത്തായിരുന്നു. രാജഗോപാൽ ജയിച്ച സീറ്റിൽ 2021 കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു. നിലവിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് നേമത്തിന്റെ എം.എൽ.എ. രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ വീണ്ടും കാവിക്കൊടിയേന്തിയ ഭാരതാംബ. ഇടവേളയ്ക്ക് ശേഷം രാജ്ഭവൻ പരിപാടിയിൽ വീണ്ടും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം കാലിക്കറ്റ് സർവകലാശാലയും കേരള സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിച്ച ഡോക്ടർ ജോൺ മത്തായിയുടെ ജീവചരിത്ര ഗ്രന്ഥ പ്രകാശന വേദിയിലാണ് ചിത്രം സ്ഥാപിച്ചത്. മന്ത്രിമാരുടെ ഇറങ്ങിപ്പോക്കും ബഹിഷ്കരണവും ഉൾപ്പെടെ വിവാദങ്ങളെ തുടർന്ന് രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ചിത്രം സ്ഥാപിക്കില്ലെന്ന് അധികൃതർ നിലപാടെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കാലിക്കറ്റ് കേരള സർവകലാശാലകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വീണ്ടും സമാന ചിത്രം വേദിയിൽ സ്ഥാപിച്ചത്. പുസ്തക പ്രകാശന ചടങ്ങിൽ കാലിക്കറ്റ് കേരള വിസിമാരായ ഡോക്ടർ പി രവീന്ദ്രൻ, ഡോക്ടർ മോഹനൻ കുന്നുമൽ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിലെ കോൺഗ്രസ് അംഗം പി മധു, മുസ്ലിം ലീഗ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ്, ബി.ജെ.പി. അംഗം എ.ജെ. അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. സിൻഡിക്കേറ്റ് അറിയാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന പേരിൽ CPM അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചു. നേരത്തെ വിവാദത്തെ തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത രാജ്ഭവൻ ത്രൈമാസിക രാജഹംസം പ്രകാശന ചടങ്ങിൽ ചിത്രം സ്ഥാപിച്ചിരുന്നില്ല. അതിനു മുൻപ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയുടെ വേദിയിൽ ഭാരതാംബ ചിത്രം സ്ഥാപിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പരിസ്ഥിതി ദിന പരിപാടിയിൽ ചിത്രം സ്ഥാപിച്ചതിനെ തുടർന്ന് മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് ക്യാമ്പയിനുമായി UDF, കവർ ഫോട്ടോ മാറ്റി വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്യാമ്പയിനുമായി UDF, അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന സമൂഹ മാധ്യമ ക്യാമ്പയിനുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുകയാണ് ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള മറയുകയും കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നീക്കം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കവർ പേജ് മാറ്റിയാണ് പ്രചാരണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി. ഡിസംബർ 8-ലേക്കാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. KSRTC ഡ്രൈവറെ തടഞ്ഞ കേസ് മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കുറ്റപത്രം. KSRTC ഡ്രൈവർ നേമം സ്വദേശി യദുവിനെ ആക്രമിച്ചെന്ന കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരി MLA സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ KM അരവിന്ദിന്റെ ഭാര്യ ആര്യ എന്നിവരെ ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അരവിന്ദ് മാത്രമാണ് നിലവിൽ പ്രതി. യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് കേസ് എടുത്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മേയറെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 27 രാത്രി പാളയത്ത് വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഉപയോഗിച്ച് KSRTC ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കുതർക്കം ഉണ്ടായെന്നുമാണ് കേസ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് അശോക് പി നായർ ഹാജരായി.